കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ മാന്യ കേൾവിക്കാർക്ക് എൻ്റെ സ്നേഹവന്ദനം പഞ്ചാബിൽ നിന്നും അറിയിക്കുകയാണ്. കഴിഞ്ഞ 38 വർഷങ്ങളിലായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഈ പ്രദേശത്തായിരിക്കാൻ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിച്ചു. കഴിഞ്ഞ 38 വർഷങ്ങൾക്കുള്ളിൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നതിനും അത് മറ്റുള്ളവരെ ഞങ്ങളെ അറിയിക്കുന്നതിനും ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ച് പല ശുശ്രൂഷക്കാർക്കും വിശ്വാസികൾക്കും അത് പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം ആണ് ഞാൻ ഈ സാക്ഷ്യം ഇന്ന് ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞാനൊരു ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി 116 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുവാൻ കാരണം, കഴിഞ്ഞ കാലങ്ങളെ ഞാൻ തിരിഞ്ഞു നോക്കുന്ന അവസരത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങളും മറ്റുള്ളവരുടെ മുൻപിൽ അത് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സാക്ഷ്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കരം കഴിഞ്ഞ നാളുകളിൽ അടിയനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല രീതിയിലും അടിയനെ കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തുകയും ദൈവം അടിയനോട് കൂടെ ഇരുന്ന് സഹായിക്കുകയും ചെയ്തു എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. 1977 ഞാൻ ഈ പ്രദേശത്ത്, പഞ്ചാബിൻ്റെ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. കടന്നു വരുവാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ചോദിച്ചാൽ, ഞാൻ ഒരു ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് കർത്താവ് വലിയൊരു ദർശനം എനിക്ക് നൽകുവാനിടയായി തീർന്നു. ആ ദർശനം നൽകിയത് എനിക്കാണെന്ന് എനിക്കത് മനസ്സിലായില്ല സമയത്ത്. എങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം എന്നോട് വീണ്ടും ആ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നെ അത് വീണ്ടും എൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ സമയത്താണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, പഞ്ചാബിൽ കടന്നു വന്നത് ദൈവത്തിൻ്റെ ആ ഒരു നടത്തിപ്പോടുകൂടെ എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇവിടെ ഈ ദേശത്ത് തന്നെ കൊണ്ടുവന്നത് എന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവദാസനും ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കിയോ അല്ലെങ്കിൽ സമ്പത്തിനെ ആശ്രയിച്ചോ അല്ല ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത് എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം നന്മകളാൽ ദൈവം ഞങ്ങളെ വഴി നടത്തി. 1977 മെയ് മാസം 26 ഞാൻ വിവാഹിതനാകുന്നത്. ആ സമയത്ത് കേരളത്തിൽ ഞാനൊരു ഇടുക്കി ജില്ലയിൽ കുമളി എന്ന് പറയുന്ന പ്രദേശത്ത് അടുത്ത് ഒരു സ്ഥലത്ത് ഞാൻ സഭാ ശുശ്രൂഷയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ വേലയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ വളരെയധികം അഭിവാഞ്ച ഉണ്ടാകുവാനിടയായിത്തീർന്നു. കാരണം ഞാനൊരു യൗവനക്കാരനായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ 19 വയസ്സിലാണ് ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അതിനുശേഷം സ്നാനപ്പെടുകയും ദൈവസഭയോട് ചേർന്ന് മുൻപോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് കർത്താവിൻ്റെ വേലയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടാകുകയും അതിനായി ഞാൻ പല
സ്ഥലങ്ങളിലും കടന്നുപോയി കർത്താവിനെ ശുശ്രൂഷിക്കുവാനും സാക്ഷ്യങ്ങൾ പറയുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ ബൈബിൾ സ്കൂളിലെ പഠനത്തിന് ശേഷം 1977 മെയ് മാസം 26 ആണ് എൻ്റെ വിവാഹം നടന്നതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ എൻ്റെ വിവാഹത്തിന് ശേഷം കർത്താവിനെ അറിയിക്കുവാൻ എനിക്ക് വടക്കേണ്ടിയിൽ പോകണം എന്നൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ എൻ്റെ ഭാര്യ ആയിരുന്ന അന്നമ്മയോട് ഞാനത് ഷെയർ ചെയ്യുകയും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതിനായി എന്നെ അനുവദിക്കുകയും ചെയ്തു. അതിനു മുമ്പായി വടക്കേണ്ടിയിൽ പാസ്റ്റർ പി ജി വർഗീസിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന ഒരു ചെറിയൊരു ന്യൂസ് ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടുകയും വടക്കേണ്ടിയിൽ സുവിശേഷ വേലക്കാരെ ആവശ്യമുണ്ടെന്ന് അതിൽ ഒരു പരസ്യം കാണുവാനും ഇടയായിത്തീർന്നു. ഞാനതിനായി ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. ഞാനതുകൊണ്ട് ആ കാര്യം അങ്ങ് വിട്ടുകളയുകയും വിവാഹത്തിന് ശേഷം വീണ്ടും ഇതേ മാസികയിൽ തന്നെ ആ പരസ്യം കാണുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ പറയാതെ വേണം, എൻ്റെ പിതാവ് അതിന് ആഗ്രഹിച്ചില്ല. എന്നെ വിടുവാൻ വടക്കേണ്ടിയിലേക്ക് അയക്കുവാൻ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നതുകൊണ്ട് ഞാൻ ആ കാര്യം വീട്ടിൽ പറയുവാൻ പറഞ്ഞില്ല. ആരുമായി ഷെയർ ചെയ്യുന്നില്ല, എൻ്റെ ഭാര്യയോട് മാത്രമേ ഞാൻ ഷെയർ ചെയ്തുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും പാസ്റ്റർ പി ജിക്ക് ഇതെഴുതുവാനിടയായിത്തീർന്നു. ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം എനിക്ക് മറുപടി നൽകി. വിശ്വാസത്താലുള്ള സുവിശേഷ വേലയാണ്, യാതൊരു സഹായവും ഉണ്ടായിരിക്കുകയില്ല. സഹോദരൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും ഞാൻ കടന്നു വരിക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കടന്നു പോരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൻ്റെ പിന്നിൽ പല ചരിത്രങ്ങളുമുണ്ട്. പല ആവശ്യങ്ങളും എനിക്ക് സാധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പറയാതെ വണ്ണം എനിക്ക് ഒരു ടിക്കറ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് എനിക്ക് ഈ പ്രദേശത്തേക്ക് കടന്നു വരണം. അന്ന് പട്ടാങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ബൈബിൾ ട്രെയിനിങ് സെൻ്റർ ഉള്ളത്. കടന്നു വരണം. അതിനായി ഞാൻ വീട്ടിൽ പറയാതെ വണ്ണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചോദിക്കാനായിട്ടാണ്, ഞാൻ എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത്? എനിക്ക് ടിക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ ആ സമയത്ത് 90 രൂപ ആവശ്യമുണ്ട്. ആ 90 രൂപയുടെ ആവശ്യം എങ്ങനെ നിവർത്തിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നു. ആ സമയത്താണ് ദൈവാത്മാവിനോട് ഇടപെട്ടു. നിന്റെ കയ്യിൽ എനിക്ക് വേണ്ടി വേലയ്ക്ക് വേണ്ടി തരുവാൻ എന്തുണ്ട് എന്നാണ് 2-3 പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു തോന്നൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ തോന്നിപ്പിച്ചു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി നല്ലൊരു വാച്ച് ഞാൻ വാങ്ങിച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വാച്ച് കയ്യിൽ കെട്ടുവാനിടയായി തീർന്നത്. എനിക്ക് കർത്താവ് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ചിലപ്പോൾ ഈ വാച്ചിനെ കുറിച്ചായിരിക്കും കർത്താവിനോട് സംസാരിക്കുന്നത്. ഞാൻ ആ സമയത്ത് തന്നെ വാച്ച് ഒരു മനുഷ്യന് കൊടുത്തു. 110 രൂപ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ 90 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങി പഞ്ചാബിലേക്ക് പോരുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ യാത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനിടയായി തീർന്നു. കോട്ടയത്തു നിന്നാണ് എനിക്ക് ട്രെയിനിൽ കയറേണ്ടത്. എന്നാൽ ഞാൻ ട്രെയിനിൽ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. ട്രെയിൻ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ യാത്ര ചെയ്യണം, ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് എനിക്കത് തന്നെ എൻ്റെ ഹൃദയത്തിൽ അങ്ങനൊരു ചിന്ത പോലും ഉണ്ടായില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഭാര്യയും, ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ കൂടെ വേറെ 1-2 പേരുണ്ടായിരുന്നു. അവരും കൂടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ട്രെയിൻ അന്നാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കയറുവാൻ പോകുന്നത്. ആ സമയത്ത് ഡൽഹി വരെയാണ് ട്രെയിന്. ഞാൻ ആ ട്രെയിനിൽ കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന കർണാടക എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിൽ ഞാൻ കയറി. ആ സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ ഇരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിന് യാതൊരു ഭയമോ അല്ലെ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ എത്തണം, പഞ്ചാബിലെത്തണം, കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസം മാത്രമേ ആയുള്ളൂ. ഭാര്യയെ കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് എൻ്റെ വീട്ടിൽ വിട്ടതിന് ശേഷം ആണ് ഞാൻ പഞ്ചാബിലേക്ക് കടന്നു പോകുന്നത്.
പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എനിക്ക് എൻ്റെ കുടുംബജീവിതമോ അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത അല്ലായിരുന്നു. 1.5 മാസം മാത്രം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ട് പോരുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ വിളി അനുസരിച്ചതുകൊണ്ട് ആ സമയത്ത് അതൊന്നും ഞാൻ ഓർക്കാതെ വണ്ണം ഞാൻ ചാടി ട്രെയിനിൽ കയറി. എന്നാൽ ഞാൻ പട്ടാങ്കോട്ടേക്ക് പോരുവാൻ തക്കവണ്ണം ഞാൻ ട്രെയിനിൽ കയറി യാത്ര ചെയ്തു. അങ്ങനെ 3-ാമത്തെ ദിവസം ഡൽഹിയിലെത്തി. ഡൽഹിയിലെ ശേഷം വന്നപ്പോൾ അതുവരെയും എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഹൃദയത്തിൽ വളരെ സന്തോഷവും വളരെയധികം നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ആ അഭിമാനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് യാതൊരു തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എങ്കിലും ഡൽഹിയിൽ ഇറങ്ങി പട്ടാങ്കോട്ടേക്ക് ട്രെയിനിൽ കയറുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി. ഞാൻ അറിയാത്ത ഭാഷ, കാണാത്ത ജനങ്ങൾ, പലയധികം ജനത്തിരക്ക്, വലിയ പട്ടണം, ഇതെല്ലാം കണ്ടപ്പോൾ വളരെയധികം ഹൃദയത്തിന് ദുഃഖമുണ്ടായി. അങ്ങനെ എന്നാൽ എന്നെ ഒരു ആർമിക്കാരൻ, പട്ടാളക്കാരൻ എന്നെ സഹായിച്ചു. എല്ലാ കാര്യങ്ങളും വേറെ ട്രെയിനിൽ കയറി ഇരുത്തി. ഞാനെങ്ങനെ പട്ടാങ്കോട്ട് 4-ാമത്തെ ദിവസം രാവിലെ വന്നിറങ്ങി. ഞാൻ ഒരു റിക്ഷാക്കാരനോട് എനിക്ക് പട്ടാങ്കോട്ട് ഓഫീസിൽ നിന്നും PG റൈസ് ഹിന്ദി മലയാളത്തിൽ എഴുതി ഇങ്ങനെ എഴുതിയിരുന്ന പോലെ തന്നെ ആ കത്ത് വായിച്ച് റിക്ഷാക്കാരൻ എന്നോട് പറഞ്ഞ് ഞാനതിൽ കയറി അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വന്നിറങ്ങി. ആ സമയത്താണ് മനസ്സിലാവുന്നത് ഇത് വലിയൊരു പ്രസ്ഥാനമല്ല, ഇതൊരു വലിയൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, വേലയുടെ തുടക്കമാണെന്ന് എനിക്ക് മനസ്സിലായി. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം 9 മാസത്തോളം അവരോട് കൂടെ താമസിച്ച് ഞങ്ങൾ 11 സഹോദരന്മാർ 2 മുറിയിലായിട്ട് താമസിച്ച് ഞങ്ങൾ കർത്താവിൻ്റെ വചനം, ഭാഷ ഇതെല്ലാം പഠിച്ച് 9 മാസം ആയപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങുകൾ തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് വളരെയധികം പട്ടിണികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ആഹാരമില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. എങ്കിലും വിശ്വാസം എന്താണെന്ന് പ്രിയപ്പെട്ട ദൈവദാസനിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നു. വിശ്വാസത്തെക്കുറിച്ച് എനിക്കധികം യാതൊന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും 9 മാസത്തെ ട്രെയിനിങ് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ ഇടയായി തീർന്നു. എങ്ങനെയാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്നും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് എങ്ങനെയാണ് കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോകേണ്ടതെന്നും എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച ദിവസം ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും സുശേഷ പ്രതികളുമായിട്ട് പല പട്ടണങ്ങളിലും കടന്നുപോയി വിതരണം ചെയ്ത് സുശേഷം അറിയിക്കേണ്ടതായിട്ട് ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും ശനിയാഴ്ച ഒരു പ്രോഗ്രാമുണ്ട്. അങ്ങനെ ഞങ്ങൾ 1 രൂപയ്ക്ക് ഒരു പാക്കറ്റ്, ഒരു ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം, 2 സുവിശേഷ പ്രതികളും ചേർത്ത് ഒരു പാക്കറ്റ് ഉണ്ടാക്കി അത് 1 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ പല ആവശ്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പട്ടാങ്കോട്ട് വന്ന് 70 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത്, ടാണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഹോഷിയാർപൂർ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ അവിടെ കടന്നുപോയി ട്രാക്ടറിൽ വിതരണം ചെയ്യുവാനിടയായി തീർന്നു. ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി യേശുവിൻ്റെ കഥ 1 രൂപയ്ക്കെന്നും പറഞ്ഞ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത് വിൽക്കുവാൻ തുടങ്ങി. ആ സമയത്ത് ജനം കടന്നു വന്ന് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ഞാനും വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു കൊണ്ടുപോയി സകല സുശേഷ പ്രതികളും വിറ്റഴിഞ്ഞു. വളരെ സന്തോഷമുണ്ടാക്കി. അതിൽ 99% ആൾക്കാരും ആദ്യമായിട്ടാണ് ഒരു സുശേഷ പ്രതി കാണുന്നതും യേശുവിനെ കുറിച്ച് കേൾക്കുവാനിവിടെയായിത്തീരുന്നത്. കാരണം ആ ദേശമെല്ലാം സിഖുകാർ, സർദാർമാരുടെ ദേശമായിരുന്നു. ഞാനവിടെ ചെന്നു ഇതെല്ലാം വിതരണം ചെയ്തതിനു ശേഷം ഞാൻ തിരികെ പട്ടാങ്കോട്ടേക്ക് പോയി. അങ്ങനെ വീണ്ടും അടുത്ത ശനിയാഴ്ച ഞാൻ ഈ സ്ഥലത്ത് തന്നെ കടന്നു വന്ന് ഞാൻ സുശേഷ പ്രതികൾ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. നിന്റെ ട്രെയിനിങ്ങിന് ശേഷം ഈ സ്ഥലത്ത് കടന്നു വന്ന് എൻ്റെ വേല ചെയ്യണം. അതെൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ട്രെയിനിങ്ങിന് ശേഷം PG എന്നെ ജമ്മു കാശ്മീരിൽ ഒരു സ്ഥലത്തേക്ക് വിടുവാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, കർത്താവ് എന്നെ ഇന്ന സ്ഥലത്തേക്കാണ് അയക്കുന്നത്, അവിടെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവദാസൻ പറഞ്ഞു, ബ്രദറിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനവിടെ കടന്നു പോകാൻ ആഗ്രഹിച്ചു. വണ്ടിക്കൂലി കിട്ടത്തില്ല, യാതൊരു സപ്പോർട്ടും ഇല്ല. സമയത്ത് എല്ലാം വിശ്വാസത്തിൽ ചെയ്യണം. ഗോസ്പൽ പാക്കറ്റുകൾ വിൽക്കുകയും അങ്ങനെ വിറ്റ് ആ സ്ഥലത്ത് കടന്നു ചെന്ന് ഞാനൊരു മുറി അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. എനിക്കൊരു മുറി വേണം താമസിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ. എനിക്ക് പഞ്ചാബി അറിയത്തില്ല, അവിടെ പഞ്ചാബിയാണ് സംസാരിക്കുന്നത്. കാരണം സർദാർമാരായതുകൊണ്ട് എല്ലാം പഞ്ചാബിയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഹിന്ദിയും ശരിക്കറിയത്തില്ല, ഇംഗ്ലീഷും ശരിക്കറിയത്തില്ല.
അങ്ങനെ ഒരു ഭാഷയും എനിക്ക് പൂർണ്ണമായി കൈവശമില്ലാത്തതുകൊണ്ട് എങ്കിലും അറിയാവുന്ന ഭാഷയിൽ ഞാൻ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി. ഞാൻ ചെന്ന് വീടുകൾ താമസിക്കാൻ ഒരു റൂം അന്വേഷിക്കുവാൻ തുടങ്ങി. പലരും എനിക്ക് പ്രോമിസ് ചെയ്തു, നീ അടുത്ത ദിവസം വരിക, നിനക്ക് ഞാൻ മുറി നോക്കി വെക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു. വീണ്ടും ഞാനൊരു ദിവസം കടന്നു ചെന്നു. പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞു, ഇവിടെ ഒരു മുറികളും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതും ഇങ്ങനെ ഞാൻ പോയി. ഓർക്കണം, സ്വന്തമായി പൈസ ഉണ്ടാക്കണം, ഗോസ്പൽ വിൽക്കണം, പൈസ ഉണ്ടാക്കി വണ്ടിക്കൂലി ഉണ്ടാക്കണം. തിരിച്ചു വരണമെങ്കിൽ ഗോസ്പൽ വിറ്റെങ്കിൽ മാത്രമേ തിരിച്ച് 70 കിലോമീറ്റർ ബസ് കയറി വരാനൊക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നടന്നു വരണം. അങ്ങനൊരു സാഹചര്യമായിരുന്നു. എങ്കിലും ദൈവം എന്നെ നടത്തി. 2 പ്രാവശ്യം പോയിട്ടും എനിക്ക് ആരും എന്നെ സഹായിച്ചില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്നോട് സംസാരിച്ച എൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. നീ ഇവിടെ വന്ന് എൻ്റെ വേല ചെയ്യണം. അതുകൊണ്ട് എനിക്ക് പിന്നെയും ധൈര്യമുണ്ടായി. 3ാമത്തെ പ്രാവശ്യം ഞാൻ ആ സ്ഥലത്ത് കടന്നുപോയി. അന്നും എന്നോട് പ്രോമിസ് ചെയ്തവരെല്ലാം പറഞ്ഞു, ഇവിടെ ഒരു മുറി കിട്ടത്തില്ല, നിനക്കിവിടെ ബുദ്ധിമുട്ടാണ് ഒരു മുറി കിട്ടുവാൻ എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ വാടക കൂടുതൽ, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് മുറി കിട്ടുവാനിടയായി തീർന്നില്ല. അന്നും 3ാമത്തെ പ്രാവശ്യം എനിക്ക് പറഞ്ഞവരെല്ലാം എന്നോട് മുറി കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തിന് വളരെയധികം പ്രയാസമുണ്ടായി. ദൈവത്തോട് ഞാൻ കർത്താവേ, നീ എന്നോട് പറഞ്ഞതാണ് ഇവിടെ നിന്റെ വേല ചെയ്യണം എന്ന് പറഞ്ഞതാണ്. എനിക്കിന്നൊരു മുറി ഇവിടെ കിട്ടിയേ ഒക്കത്തുള്ളൂ, അല്ല എങ്കിൽ ഞാൻ വേല ഇവിടെ ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ വളരെ വിഷമത്തോടുകൂടെ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു മാർക്കറ്റിലൂടെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് കർത്താവിനോട് സംസാരിച്ച് ഞാനിവിടെ മുറി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ പോകുമ്പോൾ വളരെയധികം ജനത്തിരക്കുള്ളതായിരിക്കുന്ന ഒരു റോഡിൽ കൂടെ ഞാൻ നടന്ന് മുൻപോട്ട് നീങ്ങുമ്പോൾ ആരോ എൻ്റെ തോളിൽ വന്ന് മുട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആരാണെന്ന് നോക്കി പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്നേക്കാൾ ഉയരമുള്ള ഒരു മാതാവ് എൻ്റെ തോളിൽ കൈവച്ചിട്ട് എന്നോട് അവർ ഹിന്ദിയിൽ ചോദിച്ചു, മകനെ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. ഞാനന്നേരം എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ സ്ത്രീ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. രണ്ടാമത് എന്നോട് ചോദിച്ചു, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നൊരു ദൈവദാസനാണ്, നിനക്ക് എന്താണ് ആവശ്യമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയ മുറി വേണം, ഇവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ അന്നേരം ഒന്നും ചിന്തിച്ചില്ല, എനിക്കറിയത്തില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടായി. ഞാനൊന്നും ചിന്തിച്ചില്ല. അവരെൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുവാനിടയായി തീർന്നു. എന്നോടൊന്നും മിണ്ടുന്നില്ല. ഒരു വലിയൊരു ബംഗ്ലാവിൽ കടന്നു ചെന്ന് അവിടെ ചെന്നപ്പോൾ അവരെന്നെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നു. ചെന്നപ്പോൾ 2 സർദാർമാർ അവിടെ ഇരിപ്പുണ്ട്, ചില പ്രായമുള്ളവരാണ്. അപ്പോൾ അവരോട് എന്നെക്കുറിച്ച് അവർ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എവിടുത്തുകാരനാണെന്ന് ആദ്യം ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണെന്ന് പറഞ്ഞു. അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആ 2 പേരും നേവിയിൽ നിന്ന് റിട്ടയർഡായ 2 നേവിയിലെ ഓഫീസർമാരായിരുന്നു. അവർ കേരളത്തിൽ കൊച്ചിയിൽ താമസിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളക്കാരോട് വളരെയധികം ബഹുമാനവും സ്നേഹിക്കുകയും ചെയ്യുന്ന 2 സർദാർമാരായിരുന്നു. അതിലൊരു സർദാറിൻ്റെ ഭാര്യയായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നത്. ആ സമയത്ത് പിന്നെ അടുത്ത ചോദ്യം, നീ വിവാഹം കഴിച്ചതാണോ? ഞാൻ വിവാഹം കഴിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് എന്താണ് നിൻ്റെ ജോലി? ഞാൻ യേശുവിനെ പ്രസംഗിക്കുക എന്നാണ്. പാതിരി എന്ന് പറയും, ഹിന്ദിയിലും പഞ്ചാബിലും ഒക്കെ. ഞാൻ പാതിരിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ആ വീട്ടിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു, എനിക്കൊരു റൂം തരാം എന്ന് പറഞ്ഞ് ആ വീട്ടിനുള്ളിലേക്ക് എന്നെ കയറ്റിക്കൊണ്ട് ഒരു റൂം കാണിച്ചു. ആ സമയത്ത് ചോദിച്ചു, അങ്കിൾ എത്ര രൂപയാണ് ഈ റൂമിനെന്ന് ചോദിച്ചപ്പോൾ 80 രൂപ വാടകയാണ് എന്നോട് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഹൃദയം വീണ്ടും കരയുവാൻ തുടങ്ങി. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് 80 രൂപയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കിട്ടുന്നത്. അതിൽ 8 രൂപ ദശാംശം പോയിട്ട് ഏകദേശം 72 രൂപയുണ്ട്. ഞാൻ 80 രൂപ എങ്ങനെയാണ് ഇവർക്ക് കൊടുത്ത് ഈ റൂം എടുക്കുന്നത് എന്ന് എനിക്കൊരു പ്രയാസമുണ്ടായി. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ റൂം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും പൈസ എൻ്റെ ഇല്ല. നിനക്കായതുകൊണ്ട് ഞാൻ ഇത്രയും, അല്ലെങ്കിൽ 100 രൂപ വാടകയാണ്, നിനക്കായതുകൊണ്ട് 80 രൂപയ്ക്ക് തരാം. പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, എനിക്ക് 80 രൂപയ്ക്ക്
എനിക്ക് വീടെടുക്കുവാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ എനിക്ക് തരുവാൻ സാധ്യമല്ല എന്ന് ആ മനുഷ്യൻ പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ഒരു സങ്കടം പൊങ്ങി വരികയായിരുന്നു. കർത്താവേ, നീ എന്നോട് പറഞ്ഞതാണല്ലോ ഇവിടെ വേല ചെയ്യുവാൻ. ഒരു കാര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ എന്താണിത് വീണ്ടും ഈ കാര്യങ്ങൾ മാറിപ്പോവാൻ ഇടയായി തീർന്നത് എന്നെൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങളെ വന്ന ദിശയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ആ സ്ഥലത്തെ സിവിൽ ഹോസ്പിറ്റലും ബസ് സ്റ്റാൻഡും ഒക്കെയുമുള്ള ഒരു സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഇടുക്ക് വാതിലിലൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു റൂം കാണിക്കുവാനിടയായി തീർന്നു. ഒരു ലൈൻ പോലൊരു റൂമായിരുന്നു. 2-3 റൂമുകൾ ഇങ്ങനെയുണ്ട്. ചെറിയ റൂമാണ്. കഷ്ടിച്ച് ഒരു ചെറിയ ഈ നാട്ടിലുള്ളതായിരിക്കുന്ന ഈ മുള കൊണ്ടുണ്ടാക്കുന്ന ഒരു കട്ടിലിടാം, ചെറിയൊരു കട്ടിലിടാം, ചെറിയൊരു മേശ വെക്കാം. ഇതല്ലാതെ റൂമിൽ യാതൊരു സൗകര്യവുമില്ലായിരുന്നു. ആ റൂം തുറന്നു ഒരു വാതിലും ഒരു ചെറിയൊരു ജനലും മാത്രം. അത് തുറന്ന് എന്നെ കാണിച്ചപ്പോൾ അതിനകത്ത് മുഴുവൻ വാഴക്കൊല, പച്ച വാഴക്കൊല പഴിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സൈസ് മരുന്നിട്ട് വെക്കും. അങ്ങനെ ആരോ വെജിറ്റബിൾ കടക്കാരൻ വെച്ചിരിക്കുന്ന കൊല പഴിപ്പിക്കുന്ന ഒരു റൂമായിരുന്നു. അത് എന്നെ കാണിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അത് വാടക എത്രയാണെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു 40 രൂപ വാടക, 10 രൂപ ഇലക്ട്രിക് ചാർജ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ തരാമെന്ന് പറഞ്ഞു. എനിക്ക് റൂം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് എഗ്രിമെന്റ് എന്നോട് എഗ്രി ചെയ്തു. ഈ റൂം നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അദ്ദേഹമായിട്ട് ആ വാടക സമ്മതിച്ച് അവിടെ നിന്ന് തിരിച്ച് പട്ടാങ്കോട്ടേക്ക് പോകാനിടയായി. ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവ് നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് നടക്കുക തന്നെ ചെയ്യും. അത് ദൈവം പറഞ്ഞതല്ലാതെ മനുഷ്യന്റെ ഒരു ഇഷ്ടവും അല്ലെ മനുഷ്യന്റെ ആഗ്രഹമല്ല ദൈവം നമ്മളിൽ നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹമല്ല നമ്മളിൽ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഏത് ഉദ്ദേശമുണ്ടോ ആ ഉദ്ദേശമാണ് നടക്കുവാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ദൈവം ഒരിക്കലും അവൻ കള്ളൻ പറയുന്നവനല്ല, അവൻ വാക്ക് മാറുന്നവനല്ല എന്നെനിക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു. ആ സ്ത്രീയെ ആരാണ് അവിടെ കൊണ്ടുവന്നത്? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവരെന്തുകൊണ്ട് എന്നോട് 2 ചോദ്യം ചോദിച്ചു. നിനക്ക് എന്താണ് ആവശ്യം? നീ എന്ത് പണിയാണ് നീ ചെയ്യുന്നത് എന്ന് 2 ചോദ്യം ചോദിച്ചു. ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നു. ദൈവം ആ സ്ത്രീയിലൂടെ ദൈവം തൻ്റെ ദൂതനെ എനിക്ക് വേണ്ടി ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല എങ്കിൽ ഇത്രയും ആളുകൾ നടക്കുകയും ഇത്രയും ആളുകൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിൻ്റെ അകത്ത് വെച്ച് ഒരു സ്ത്രീ വന്ന് എന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ വന്ന് ഇങ്ങനെ തോളിൽ തട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് അത് സംഭവമാകുവാൻ അസംഭവമാണ്. എന്നാൽ ദൈവമാണ് എന്നോട് പറഞ്ഞ വാക്ക് നിവർത്തിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ കടന്നു വന്ന ആ റൂമിൽ കടന്നു വന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ആ പ്രദേശത്ത് ആരംഭിക്കുവാനിടയായി തീർന്നു. ഭാഷ അറിയത്തില്ല. ദൈവത്തിൻ്റെ വചനം ഭാഷ അറിയത്തില്ലെങ്കിലും യേശു എന്ന് മാത്രം പറഞ്ഞ് പല സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് യേശു നിന്നെ രക്ഷിക്കുമെന്ന് പഠിച്ച് ആ വാക്ക് മാത്രം പറഞ്ഞ് പല ഗ്രാമങ്ങളിലും കയറി ഇറങ്ങി സുവിശേഷ പ്രതികൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് യേശുവിനെ കുറിച്ച് സംസാരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഏകദേശം 1.5 മാസം കഴിഞ്ഞ് ഞാൻ കേരളത്തിലേക്ക് കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ഞാൻ ആ പ്രദേശത്തേക്ക് കടന്നു വന്നു. ആ വീട്ടിൽ തന്നെ ഞങ്ങൾ 3 മാസം താമസിച്ചു. ആ റൂമിൽ താമസിച്ചു. വളരെയധികം പ്രയാസപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് യൗവനക്കാരിയായിരിക്കുന്ന ഭാര്യ അവൾക്ക് വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവിടെ ഒരു അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നല്ലൊരു ബാത്റൂമോ അല്ലെങ്കിൽ നല്ലൊരു ടോയ്ലറ്റോ യാതൊന്നും അവിടെയില്ല. എല്ലാത്തിനും പുറത്തു പോകണം. അതൊരു വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വളരെയധികം സമർപ്പണത്തോടുകൂടെ എന്നോടുകൂടെ താമസിച്ച് കർത്താവിൻ്റെ വേല അവിടെ ആരംഭിക്കുവാൻ തുടങ്ങി. ഞായറാഴ്ച ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ 2 പേരും നിലത്ത് പായ് വിരിച്ച് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ആ പോലുള്ള സാധനം അത് വിരിച്ച് ഞങ്ങളിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളൊരു സഭ വിട്ടിട്ട് വന്നതാണ്, ഞങ്ങൾക്കിവിടെ ആത്മാക്കളെ വേണം എന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ദിനം പ്രതി പ്രാർത്ഥിക്കുകയും എല്ലാ ഞായറാഴ്ചയും രാവിലെ സഭായോഗത്തിന്റെ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 3 മാസം പ്രാർത്ഥിച്ചതിന് ശേഷം 4ാമത്തെ മാസം ദൈവം പ്രവർത്തിച്ചു. ഒരു സർദാർ കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയും ഒരു ഹൈന്ദവനായിരിക്കുന്ന ഒരു വ്യക്തിയും യേശുവിനെ സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു.
അവരെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ താമസിക്കുന്ന മുറിക്കുള്ളിലേക്ക് ആ സമയത്ത് ഞങ്ങൾ വേറൊരു റൂമിലേക്ക് പോയി. അവിടെ വലിയൊരു റൂമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ വിശുദ്ധ സഭായോഗം അവിടെ തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങളെ ആരും അവിടെ അംഗീകരിക്കുവാൻ ഇടയായി തീർന്നില്ല. ഒന്നാമത് അവിടുത്തെ ഭാഷ പഠിക്കണം, രണ്ടാമത് ആ ദേശക്കാരനല്ല. എങ്കിലും ദൈവം എന്നെ ഇവിടെ അയച്ചു എന്നുള്ള ആ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പട്ടാങ്കോട്ടായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ട്രാക്ട് വിതരണം ചെയ്ത് ഇങ്ങനെ പട്ടാങ്കോട്ട് ടൗണിന് പുറത്തൊരു സ്ഥലത്തേക്ക് കടന്നു ചെന്നപ്പോൾ എന്നെ ദൈവം അതിന് 4 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണിച്ച ആ ദർശനം എന്നെ കർത്താവ് വീണ്ടും ഓർമ്മിപ്പിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ വലിയൊരു ഭൂപടം എൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കാൻ ഇടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും വലിയ ഉയരത്തിൽ നിന്നും ഒരു ചുവന്ന കൈപ്പത്തി താഴേക്ക് ഇറങ്ങി വന്ന് ഒരു ചുവന്ന ഒരു പെന്നുകൊണ്ട് കേരളത്തിൽ നിന്നും ഒരു ലൈൻ മേളിലേക്ക് വരയ്ക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പല സ്റ്റേറ്റുകളിൽ കൂടെ കടന്നുപോയി ആ ലൈൻ പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഹിമാചൽ ഈ 3ഉം യോജിക്കുന്ന ആ സ്ഥലത്ത് ചെന്ന് ഒരു പോയിന്റ് ഇങ്ങനെ ഇടുവാൻ്റെ കൊണ്ടിടയായി തീർന്നു. ഞാൻ ആ ദർശനം ഞാൻ മറന്നുപോയി. എങ്കിൽ 4 വർഷങ്ങൾക്ക് ശേഷം എന്നെ ആ ദർശനം ദൈവം എന്നെ ഓർപ്പിച്ചു. അങ്ങനെ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഈ പട്ടാങ്കോട്ട് എന്ന് പറയുന്നത് ഹിമാചലും പഞ്ചാബും ജമ്മു കാശ്മീരും കൂടെ യോജിക്കുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ പഞ്ചാബിൽ ദൈവം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അയച്ചു എന്ന്, അത് ദൈവത്തിൻ്റെ പ്രേരണ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്ക ഇടയായി തീർന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പഞ്ചാബിലേക്ക് ഞാൻ കടന്നു ചെന്നത്. പണത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ ലക്ഷ്യം വെക്കാതെ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ഞാൻ ആരംഭിക്കുവാനിടയായി തീർന്നു. അവിടെ മലയാളികളായിരിക്കുന്ന ഒരു വ്യക്തികളെ പോലും ആ സമയത്ത് അവിടെ കാണുവാനിടയായി തീർന്നില്ല. ആ പഞ്ചാബി മാത്രം സംസാരിക്കുന്ന ജനം, ചെറിയൊരു പട്ടണം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല. അല്ലെങ്കിൽ ആ വരും കാലങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ എവിടെയാണ് സ്കൂളിൽ വിടുന്നത് എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച് ഒരു ദൈവസഭ ഇവിടെ രൂപീകരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങളിവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. വളരെയധികം കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിക്കുവാനിടയായി തീർന്നു. സപ്പോർട്ട് എന്ന് അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി തീരുകയുള്ളൂ. എങ്കിലും വിശ്വാസത്തോടുകൂടെ അവിടെ പ്രവർത്തിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു അവിടെ ഞാൻ പറഞ്ഞ സുവിശേഷത്തിന്റെ ഒരു വിപ്ലവം പോലെ എൻ്റെ ഹൃദയത്തിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു വിപ്ലവമായി എനിക്ക് മാറുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. എൻ്റെ ഹൃദയത്തിൽ അത് അങ്ങനെ ആവാൻ തക്ക ഇടയായി തീർന്നു. രാവിലെ എന്തെങ്കിലും കഴിക്കുവാനുണ്ടെങ്കിലോ ഇല്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഗോസ്പൽ പാക്കറ്റുകൾ എടുത്തുകൊണ്ട് നടന്നും സൈക്കിളിലും യാത്ര ചെയ്യുവാൻ തുടങ്ങി. പല ഗ്രാമങ്ങളിലും കയറി ഇറങ്ങി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. മനുഷ്യർക്ക് ആർക്കും അറിയത്തില്ല യേശു ആരെന്നുള്ളത്. പലർക്കും അതിനെക്കുറിച്ച് അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു ആ സമയത്തൊന്നും സുവിശേഷത്തെക്കുറിച്ച് ആ ദേശത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ താമസിക്കുന്നതിനായിട്ട് 9 കിലോമീറ്റർ ദൂരെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. CNI ചർച്ച് എന്ന ചർച്ച് ഉണ്ടായിരുന്നു. എങ്കിലും സുവിശേഷം അറിയിക്കുന്ന ഒരു കാര്യം അങ്ങനെയുള്ളവർക്ക് ആർക്കും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ ഓരോ ഗ്രാമങ്ങളിലും കയറി ഇറങ്ങുവാൻ തുടങ്ങി. എൻ്റെ ജീവിതകാലത്ത് ദൈവം എന്നെ വഴി നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരിക്കൽ പാസ്റ്റർ PG വർഗീസ് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു സർദാർജി ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ വിശ്വാസിയായിരുന്നു. ഞങ്ങളുടെ ടൗണിലെ ഏറ്റവും വലിയൊരു ഓഫീസറായിരുന്നു. അദ്ദേഹമായിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. എങ്കിലും അവർക്ക് ഞങ്ങളോട് ചെറിയൊരു അവജ്ഞ പോലായിരുന്നു. കാരണം ഞങ്ങൾക്ക് യാതൊരു ഭാഷയോ ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിയത്തില്ലായിരുന്നതുകൊണ്ട്. എന്നാൽ ഒരു ദിവസം PG വർഗീസ് കടന്നു വരുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, ഇന്നുപോലെ ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ വരുന്നുണ്ട്, അദ്ദേഹത്തെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പാസ്റ്ററെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ ഞങ്ങളിത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പാസ്റ്ററും സർദാർജിയും തമ്മിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ പാസ്റ്റർ PGയോട് ചോദിച്ചു, ഇവനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവിടെ അയച്ചത്? പഞ്ചാബി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, ശരിക്കറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, വേറൊരു ഭാഷ, ഇങ്ങനെയുള്ള ഭാഷകളൊന്നും അറിയത്തില്ല, എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു. എനിക്കത് വളരെയധികം എൻ്റെ ഹൃദയത്തിന് ഹർട്ടുണ്ടാക്കി, വളരെയധികം ദുഃഖമുണ്ടാക്കി. അപ്പോൾ ഞാനും പാസ്റ്റർ PG അന്നേ സന്ധ്യയ്ക്ക് ഒരു ഗ്രാമത്തിലേക്ക് കടന്നു പോവുകയാണ്.
അദ്ദേഹം സൈക്കിളിൽ ചവിട്ടുന്നു, ഞാൻ പുറകിലിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രാമത്തിൽ യോഗത്തിന് വേണ്ടി പോകുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ആ സർദാർജി പറഞ്ഞത് ബ്രദറെ കേട്ടല്ലോ, എത്രയും വേഗം ഭാഷ പഠിക്കുക, അതൊരു ചലഞ്ചായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് അതൊരു ചലഞ്ചായിട്ട് എടുത്തു. ഞാൻ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഞാൻ എത്രയും വേഗം ഇവിടുത്തെ ഭാഷ പഠിച്ച് സംസാരിച്ച് സുവിശേഷം സംസാരിച്ച് ജനത്തെ കർത്താവിലേക്ക് വേണ്ടി ആദായപ്പെടുത്തും എന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ വിശ്വാസത്തോടുകൂടെ ഞാൻ പോയി 15 രൂപ കൊടുത്ത് ഒരു പഞ്ചാബി ബൈബിൾ വാങ്ങിച്ച് മുറിക്കകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസത്തോടുകൂടെ കർത്താവേ, ഞാൻ ഒരിടത്തും പോകത്തില്ല, എനിക്ക് ഭാഷ പഠിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് ഞാൻ അപേക്ഷിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവ് എനിക്ക് പഞ്ചാബി ഭാഷ തന്നെത്താൻ പഠിക്കുവാൻ എവിടെ നിന്നോ എനിക്ക് ബുദ്ധി നൽകി. ഞാൻ പഞ്ചാബി വായിക്കുവാൻ തുടങ്ങി. വായിച്ച് കുറച്ച് നാളുകൾക്കകം, ചില മാസങ്ങൾക്കകം പഞ്ചാബി ശരിക്ക് വായിക്കുവാൻ തുടങ്ങി. ഏകദേശം 3 വർഷം എടുത്തു ഞാൻ പഞ്ചാബിയിൽ ശരിക്ക് സംസാരിക്കുവാൻ തുടങ്ങി. പഞ്ചാബിയിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി. ചില തെറ്റുകളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവും, എങ്കിലും ഇങ്ങനെ സംസാരിച്ച് പ്രസംഗിച്ച് പഞ്ചാബി ഭാഷ എനിക്ക് വളരെ വശമായി തീരുവാൻ്റെ കൊണ്ടവിടെയായി തീർന്നു. അങ്ങനെ ഞാൻ 3 വർഷങ്ങൾക്ക് ശേഷം ഒരു പഞ്ചാബി പ്രീച്ചറായിട്ട്, പഞ്ചാബി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനായി ആയ ഒരു മലയാളിയായി തീരുവാൻ തക്കവണ്ണം, മലയാളിയായിരിക്കുന്ന ഞാൻ പഞ്ചാബി സംസാരിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സുവിശേഷ വേലയിൽ മുൻപോട്ട് നീങ്ങുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയെന്ന് കേൾക്കുമ്പോൾ ആ നാളുകളിൽ അനേകരും വളരെയധികം കഷ്ടതകളും പ്രയാസങ്ങളും കൂടെ കടന്നു പോകുന്ന സന്ദർഭമായിരുന്നു. ആരും സഹായിപ്പാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. പല ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ചില ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നു. വസ്ത്രത്തിന്റെ പോരായ്മകൾ ഉണ്ടായി. വളരെയധികം നല്ല നല്ല ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായെങ്കിലും അതൊന്നും സാധിക്കുവാൻ ഇടയായി തീർന്നില്ല. കാരണം ഞങ്ങള് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ ആരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എങ്കിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു കാര്യം, പട്ടിണി വന്നാലും ദുഃഖമുണ്ടായാലും പ്രയാസമുണ്ടായാലും യാതൊരു പരാതിയും പറയാതെ വണ്ണം കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ രണ്ടുപേരും തീരുമാനമെടുത്തിരുന്നത് കൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരായി ഞങ്ങൾ മുൻപോട്ട് പോകാൻ തക്കവണ്ണം തീർന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുടെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തി എന്ന് ഞാനൊരു സാക്ഷ്യത്തിൽ കൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ, വാടക വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന അവസരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഞാൻ രാവിലെ തന്നെ ഞാൻ സുവിശേഷം അറിയിക്കുവാൻ പല ഗ്രാമങ്ങളിലും കടന്നുപോകും. ഒരു ദിവസം അന്നും രാവിലെ ഞാൻ സുവിശേഷമായി സൈക്കിളിൽ ഞാൻ പോകാനിടയായി തീർന്നു. ആ സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ 3 പേര് വിരുന്നുകാരായിട്ട് വന്നു. ആ സമയം നോക്കിയപ്പോൾ ഞങ്ങളുടെ ഒരു സീനിയർ പാസ്റ്ററും വേറൊരു പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും, അത് കല്യാണം കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളെ ആയുള്ളൂ, അവർ ഞങ്ങളെ കാണുവാൻ വേണ്ടി വീട്ടിൽ കടന്നു വന്നതാണ്. അപ്പോൾ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം പ്രയാസമുണ്ടായി. എന്താണ് ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്? വീട്ടിലൊന്നുമില്ല. 1-2 ഉരുളക്കിഴങ്ങ് മാത്രം, അല്ല സ്റ്റൗവിൽ അല്പം എണ്ണ മാത്രമുണ്ട്. വേറൊന്നും വീട്ടിൽ ആഹാരം വയ്ക്കുവാൻ ഒന്നുമില്ല. അന്ന് ഗോസ്പൽ വിറ്റെങ്കിൽ മാത്രമേ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടെ എൻ്റെ ഭാര്യ ഇരിക്കുകയായിരുന്നു. എന്നെ എത്രയും വേഗം വീട്ടിൽ, എൻ്റെ ഭർത്താവിനെ എത്രയും വേഗം വീട്ടിൽ കൊണ്ടുവരണമേ, തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സഹോദരിയും അടുത്തിരുന്ന് അവർ രണ്ടുപേരും ഇങ്ങനെ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്യുകയും വെള്ളം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ മറ്റേ വിരുന്ന് വന്ന സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾക്ക് പോകണം പെട്ടെന്ന് എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, ഞാൻ ഇപ്പം വരും, അല്പം കൂടി ഇരിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് എന്നും ഞാൻ 1 മണിക്ക് ശേഷമേ ഞാൻ വീട്ടിൽ തിരിച്ചെത്തത്തുള്ളൂ. എന്നാൽ അന്ന് ഞാൻ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തുവാൻ, ഏകദേശം 12-നകത്ത് തന്നെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ആ സമയത്ത് വളരെ സന്തോഷമുണ്ടായി. ആ പ്രിയപ്പെട്ട പാസ്റ്ററും മറ്റു സഹോദരനും അവിടെ ഇരിക്കുന്നു. ആ സഹോദരി അടുക്കളയിൽ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിൽ നോക്കി എങ്ങനെയാണ് ഇവർക്കൊരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. പുതിയതായിട്ട് വന്നവരാണ്, എങ്ങനെ ഇവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കണമല്ലോ എന്ന് ഹൃദയത്തിൽ വിചാരിച്ചു. അന്ന് ഒരു ഗോസ്പലും വിൽക്കുവാൻ ഇടയായി തീർന്നില്ല. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് എന്താണ് ചെയ്യുക എന്ന് എന്നോട് ഭാര്യ ചോദിച്ചു. സാരമില്ല, നീ ബാഗിൽ സഞ്ചി തരാൻ പറഞ്ഞു. ഞാൻ ആ സഞ്ചിയും എടുത്തുകൊണ്ട് ഞാൻ സൈക്കിളിൽ മാർക്കറ്റിലേക്ക്
പോകുന്ന വഴിക്ക് ദൈവത്തോട് കർത്താവേ, നിന്റെ വേല ചെയ്യുന്നു, ഒരിക്കലും നീ എനിക്ക് പല പ്രയാസങ്ങളുടെ മധ്യത്തിൽ നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഇന്നും നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈക്കിൾ മുന്തിക്കൊണ്ട് ഞാൻ പോവുകയായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ഓർത്തു, ആരെങ്കിലും എന്തെങ്കിലും ഒരു മണി ഓർഡറോ ചിലപ്പോഴൊക്കെ ചിലർക്ക് 5 രൂപ 10 രൂപ ഒക്കെ അയക്കാറുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നു. ഒരു സർദാർജിയാണ് ഞങ്ങളുടെ പോസ്റ്റ്മാൻ. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും കത്തുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കത്തൊക്കെ ഉണ്ട്, പക്ഷേ നിനക്ക് യാതൊരു കത്തുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമത്തോടു കൂടെ ഞാൻ തിരിച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ ഏകദേശം നടക്കുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എന്നെ കൈയടിച്ച് വിളിച്ചു, വരാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹം 2 കത്ത് എൻ്റെ കയ്യിൽ തന്നു. ഒന്ന് ഇല്ലൻഡും മറ്റൊന്ന് ചെറിയൊരു കവറുമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകണം, അവരെ പ്രാർത്ഥിച്ച് വിടാം എന്നുള്ള ഹൃദയത്തിൽ വിചാരത്തോടു കൂടെ. കാരണം ആർക്കും എന്നൊന്നും ഞങ്ങൾ കടം വാങ്ങിക്കത്തില്ല. ഒരു പൈസയും കയ്യിലില്ലെങ്കിൽ അങ്ങനെ തന്നെ പട്ടിണി കിടക്കും. അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ആ കവറ് ഞാൻ ഓർത്തൊന്ന് പൊട്ടിച്ച് വായിക്കാതെ ആരുടെയാണെന്ന് ഓർത്ത് ഞാൻ പൊട്ടിച്ചിങ്ങനെ വായിക്കുന്നതിന് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ചെറിയൊരു ഒരു കടലാസിൽ ഒരു കത്തായിരുന്നു. അത് ഞാനിങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിന് നന്ദി പറയത്തോടെ സ്തോത്രത്തോട് പറയട്ടെ, ആ സമയത്ത് ആ കത്തിനകത്ത് എന്നെ അറിയാത്തൊരു വ്യക്തി, മിഷണറി മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മാസിക ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്, അതിനകത്ത് അഡ്രസ്സ് കണ്ട് എന്നെ അറിയാത്തൊരു വ്യക്തി 20 രൂപയുടെ ഒരു നോട്ട് ആ കത്തിനകത്ത് വെച്ച് അയച്ചിരിക്കുകയാണ്. എനിക്ക് ആ തക്ക സമയത്ത് തന്നെ ആ കത്ത് കിട്ടുവാനും ആ 20 രൂപ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അന്നത്തെ എൻ്റെ ഹൃദയത്തിന് വളരെയധികം സന്തോഷമുണ്ടാക്കി. കാരണം ആ 20 രൂപ 1978 അത് വളരെ വിലപിടിപ്പുള്ള ഒരു രൂപ, മൂല്യമുള്ള രൂപയായിരുന്നു. ആ രൂപ എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ആ സമയത്ത് എൻ്റെ സഹോദരങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ ചില സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും അവർക്ക് എത്രയും വേഗം എൻ്റെ ഭാര്യയുടെ കയ്യിൽ അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ദിവസം എൻ്റെ കർത്താവിനെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ, ഇന്നെന്തെങ്കിലും ദുഃഖമോ പ്രയാസമോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യത്തിലും മുട്ടുണ്ടാകുകയില്ല എന്ന് ഞാൻ അറിയിക്കട്ടെ. ദൈവം നിന്റെ ആവശ്യങ്ങൾ നടത്തുവാൻ, ഏതൊരു ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ നടത്തുവാൻ ദൈവം നമുക്ക് വിശ്വസ്തനാണ്. അവൻ നമ്മളെ വേലയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏതൊരു സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുവാനും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് എന്നെ കർത്താവ് പഠിപ്പിച്ചു. ആ ദിവസം മുതൽ എൻ്റെ ഹൃദയത്തിന് വളരെയധികം സന്തോഷമുണ്ടായി. വളരെ നല്ലൊരു ആഹാരമുണ്ടാക്കി അവർക്ക് കൊടുത്ത് അവരെ പറഞ്ഞയക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ വേല ആരംഭിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ വേലയിൽ മുൻപോട്ട് പോകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പല ഗ്രാമങ്ങളിൽ കടന്നു ചെന്നു. ഒരു ദിവസം ഞാനൊരു ഗ്രാമത്തിൽ ഒരു ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മജവിസിക് എന്ന് പറയുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആക്സിഡന്റ് ഉണ്ടായി. കട്ടിലിൽ കിടക്കുന്ന ഒരു വ്യക്തി, യൗവനക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ കടന്നു ചെന്നത് ആ വീട്ടിൻ്റെ ഉടമസ്ഥന് ഇഷ്ടമായില്ല. അദ്ദേഹം വെളിയിലിരിക്കുകയായിരുന്നു. ഞാൻ ചെറിയൊരു മണ്ണുകൊണ്ടുള്ള വീടാണ്. ആ വീടിനകത്തു നിന്ന് ഞാൻ ആ മനുഷ്യന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ എൻ്റെ പുറകിൽ വന്ന് എന്നെ അടിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചെരുപ്പൂരി എൻ്റെ പുറത്തിനിട്ട് അടിക്കുകയാണ്. 1 അടിച്ചു, 2 അടിച്ചു. 3ാമത് അടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഓടി വന്ന് പിടിച്ചു. അവനെ എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചു. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാനോ യേശുവിൻ്റെ പേര് പറഞ്ഞ് വീട്ടിൽ വരുവാനും എന്താണ് അവകാശം നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ പിടിച്ചു മാറ്റുകയും ഞാൻ ആ വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ്, ഞാനൊന്നും പറഞ്ഞില്ല, അവർ തിരിച്ച് ഞാൻ പോരുകയും ഞാൻ ദൈവത്തോടൊരു കാര്യം ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ അടികൊണ്ടു, എന്നാൽ എനിക്കിവിടെ ആത്മാക്കളെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ പറയട്ടെ, അതിൻ്റെ അടുത്ത വർഷം ഒരു കൺവെൻഷൻ അവിടെ വെക്കുകയും ഈ കൺവെൻഷനിൽ പാസ്റ്റർ പി ഡി ജോൺസൺ എന്ന് പറയുന്ന ദേവദാസൻ കേരളത്തിൽ നിന്നും കടന്നു വരികയും കർത്താവിൻ്റെ സുവിശേഷം
ആ ഗ്രാമത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പാസ്റ്റർ പി ജി വർഗീസും ദൈവത്തിൻ്റെ വചനം സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ആ കൺവെൻഷനിലൂടെ ഏകദേശം 34 പേരോളം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ അടികൊണ്ട ഗ്രാമത്തിൽ അതിൻ്റെ അടുത്ത വർഷം തന്നെ 34 പേര് ദൈവസഭയോട് ചേരുവാനും ഞങ്ങൾ സന്തോഷത്തോടുകൂടെ അവിടെ ദൈവത്തെ ആരാധിക്കുവാനും തൊക്കണം ഒരു സഭ രൂപീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ചലഞ്ചായിരുന്നു. കർത്താവിന് വേണ്ടി ഏത് കഷ്ടവും സഹിപ്പാൻ, അത് പട്ടിണിയായിരുന്നാലും ദുഃഖമായിരുന്നാലും പ്രതികൂല സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും അത് സഹിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് ബലം നൽകി, ശക്തി നൽകി. അങ്ങനെ എന്നെ ദൈവം അയച്ച ആ പ്രദേശത്ത് ഒരു സഭ രൂപീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ഞാൻ പല ഗ്രാമങ്ങളിലും പോകുവാനും പല ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാനും തക്കവണ്ണം ഇടയായത് മുഖാന്തരമായി അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984 ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുകയും 2000 ഒരു ചെറിയ വീടുണ്ടാക്കുകയും അവർ IIT-യുടെ പേരിൽ അവിടെ ചില കാര്യങ്ങൾ ചെയ്യുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ വേല അവിടെ ഉറയ്ക്കുവാൻ ഇടയായി തീർന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അനേകർ ആരാധനയ്ക്കായി ഞാൻ പോയ ഗ്രാമങ്ങളിൽ നിന്നൊക്കെയും ജനം കടന്നു വരുവാൻ ഇടയായി തീർന്നു. അനേകർ രോഗസൗഖ്യപ്പെടുകയും രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും ദുഷ്ടാത്മശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്ത മുഖാന്തരമായി അനേകർ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ കൊണ്ടിടയായി തീർന്നു. ഞാൻ ആ സ്ഥലത്ത് പ്രവർത്തിച്ച ഇത് മുഖാന്തരമായി 18 ഗ്രാമങ്ങളിൽ ദൈവവേല ആരംഭിക്കുവാനും ദൈവസഭ രൂപീകരിക്കപ്പെടുവാനും ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ പഞ്ചാബിലെ സുവിശേഷതയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് ഇടയായി തീർന്നു. പഞ്ചാബി ഭാഷയിൽ ഒരു ബൈബിൾ ട്രെയിനിങ് സ്കൂൾ തുടങ്ങി പല മക്കളെയും അധികം വിദ്യാഭ്യാസമില്ലാത്തവരെങ്കിലും അനേകരെ അവരുടെ ഭാഷയിൽ തന്നെ സുവിശേഷം പഠിപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൽ നിന്ന് അനേകരും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിലും ആയിരിക്കുന്നു. പല സീനിയർ പാസ്റ്റർമാരായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്ന് അഭിമാനത്തോടുകൂടെ ദൈവനാമമഹത്വത്തിനായി പറയുവാൻ എനിക്ക് മടിയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, കർത്താവ് വേലയോടുള്ള ബന്ധത്തിലും വളരെയധികം കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾക്ക് 3 കുട്ടികൾ ഉണ്ടാകുവാനിടയെ കർത്താവ് നൽകി. ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. കാരണം ചോദിച്ചാൽ മറ്റുള്ള മലയാളികളായിരിക്കുന്ന ദൈവദാസന്മാരുടെ മക്കളൊക്കെയും ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുമ്പോൾ, വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രം പഞ്ചാബി പഠിച്ച് ഇങ്ങനെ അവര് അങ്ങനെ വളർന്നു വരുമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുവാൻ കൊണ്ടിടയായി തീർന്നു. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, മക്കളെ പഠിപ്പിക്കുന്നതല്ല എന്നെ സംബന്ധിച്ചുള്ള ആ സമയത്ത് എൻ്റെ പ്രധാന വിഷയം എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. നാം കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും ദൈവം നോക്കിക്കൊള്ളും എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും ആ സമയത്ത് ഹിന്ദിയിലും പഞ്ചാബിയിലുള്ള മീഡിയത്തിൽ പഠിക്കുവാനിടയായി തീർന്നു. അവരുടെ വിദ്യാഭ്യാസം വളരെ താഴ്ന്ന നിലവാരമുള്ള ചില സ്കൂളുകളിലായിരുന്നു. ആ സമയത്ത് ഇംഗ്ലീഷ് സ്കൂളിൽ വിടുവാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ ഏകദേശം 14 കിലോമീറ്റർ ദൂരത്ത് സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കൺസെഷന് വേണ്ടി
എൻ്റെ മൂത്ത മോളെ പഠിപ്പിക്കുവാൻ അവിടെ കടന്നു ചെന്നു. 60 രൂപയിൽ കുറച്ച് രൂപ കുറച്ച് തരണമെന്ന്, ഫീസ് തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്കൂളുകാർ ക്രിസ്ത്യൻ സ്കൂളായിരുന്നു, എങ്കിലും അത് അനുവദിച്ചു തന്നില്ല. വീണ്ടും എൻ്റെ മകളെ ഹിന്ദി പഞ്ചാബ് മീഡിയത്തിൽ തന്നെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവനാമത്തിന് വേണ്ടി മഹത്വത്തിനായി ഞാൻ പറയട്ടെ, എൻ്റെ മക്കൾക്ക് 3 പേർക്കും അതുകൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. എല്ലാവരും ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും ചെയ്യുവാൻ തക്കൊണ്ടിടയായി തീർന്നു. ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ അവരുടെ വിദ്യാഭ്യാസമല്ലായിരുന്നു എൻ്റെ ആ സമയത്തുള്ള ലക്ഷ്യം. എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും കർത്താവിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക, ദൈവം അയച്ച സ്ഥലത്ത് വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനവും എൻ്റെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ലായിരുന്നു എൻ്റെ ശ്രദ്ധ. അങ്ങനെ വളരെയധികം വിപരീത സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയെങ്കിലും ആത്മാക്കളെ കണ്ട് സന്തോഷിക്കുവാനും ആത്മാക്കളുടെ വളർച്ച കണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒന്നുകൂടെ ഉത്സാഹിക്കുവാനും തക്കവണ്ണം ദൈവം അടിയങ്ങളെ സഹായിച്ചു. ആ കാലങ്ങളിൽ പഞ്ചാബിലെ ഗ്രാമങ്ങളിലുള്ളവരെല്ലാം ഒരു പാവപ്പെട്ട ജനത എന്ന് വേണമെങ്കിൽ പറയാം. വളരെയധികം കഷ്ടതയിലും പ്രയാസത്തിലും കഴിയുന്ന സമയമായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ കടന്നു ചെന്ന ഗ്രാമങ്ങളിലൊക്കെയും 90% ആൾക്കാരും മണ്ണുകൊണ്ടുള്ള വീടുകളിൽ താമസിക്കുന്നവരായിരുന്നു. ആരാധികൾ, മന്ത്രവാദം ചെയ്യുന്നവർ, അന്ധവിശ്വാസികൾ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ആയിരുന്നുവെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ആ ഗ്രാമങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നു. ജനം യേശുവിനെ അംഗീകരിച്ചു, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. പല ഗ്രാമങ്ങളിലും ദൈവത്തിന്റെ സഭ രൂപീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആ ഗ്രാമങ്ങളിലൊന്നും ഇന്ന് പാവപ്പെട്ടവരോ അല്ലെങ്കിൽ പണമില്ലാത്തവരോ അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള വീട്ടിൽ താമസിക്കുന്നവരോ ആണെന്ന് പറയുവാൻ ഒരിക്കലും സാധ്യമല്ല. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചു. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജനമായി അവർ തീരുവാനും അവരുടെ മക്കളെല്ലാം അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാനും ദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരായി തീരുവാനും തക്കവണ്ണം ഇടയായി ഇരുന്നു എന്ന് ഞാൻ ദൈവനാമ മഹത്വത്തിനായി ഞാൻ പറയട്ടെ. മണ്ണുകൊണ്ടുള്ള വീടുകളിൽ താമസിച്ചവരൊക്കെയും പലരും ഇന്ന് വളരെയധികം വലിയ ബംഗ്ലാവുകളിലും വളരെയധികം അനുഗ്രഹത്തോടും കൂടെ ജീവിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ക്രിസ്തുവിന്റെ സുവിശേഷം ഏത് സ്ഥലത്ത് കടന്നു ചെന്നാലും ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടും, ആ ഭവനം അനുഗ്രഹിക്കപ്പെടും, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും എന്ന് എനിക്ക് മനസ്സിലാക്കുവാനും അത് ഒരു സാക്ഷ്യമായിട്ട് ഈ സമയത്ത് പ്രസ്താവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനായിരുന്ന ഏകദേശം 20 വർഷം സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രദേശത്ത് ഞാൻ മുന്നമേ പറഞ്ഞുകൊണ്ടല്ലോ, ഏകദേശം 18 ഗ്രാമങ്ങളോളം സുവിശേഷീകരിക്കുവാൻ, യേശുവിനെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സഭ ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം അടിയങ്ങളെ സഹായിച്ചു. ആ സമയത്തൊക്കെയും അടിയൻ ഒന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, കർത്താവേ, നിന്റെ സഭ ഇവിടെ വളരണം. അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ 1997 വരെ ഞാൻ ആ പ്രദേശത്ത് പ്രവർത്തിച്ചു. മനോഹരമായിരിക്കുന്ന ഒരു ദേവാലയവും ഒരു പാസ്റ്റർക്ക് താമസിക്കുവാൻ നല്ലൊരു വീടും അതിനോടുള്ള ചേർന്നുള്ള ക്യാമ്പസും ഒക്കെയും ദൈവം അവിടെ ഞങ്ങൾക്ക് നൽകി. ആ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും പല ഗ്രാമങ്ങളിൽ നിന്നും ദൈവദാസന്മാരെ ദൈവവേലയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഇന്നും അനേക ദൈവദാസന്മാര് ആ പ്രദേശങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലും സുവിശേഷ വേലയിലായിരിക്കുന്നു. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി അവിടെ വഴി നടത്തി. ഒരു കാര്യത്തിനും മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുവാനോ
അല്ലെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കുവാനോ ഇടയാകാതെ വണ്ണം ദൈവം ഞങ്ങളെ വഴി നടത്തി. എൻ്റെ ജീവിതത്തിൽ ഇന്നും പണമല്ല എൻ്റെ പ്രശ്നം. ദൈവത്തോട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന, കർത്താവ് എവിടെ പോയാലും നീ ആത്മാക്കളെ നൽകണമേ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അത് മാത്രമാണ്. 1997 എനിക്ക് പട്ടാങ്കോട്ടേക്ക് ഒരു സ്ഥലം മാറ്റം ഉണ്ടാകുവാനിടയായി തീർന്നു. ആ സമയത്ത് ആ പ്രദേശത്ത് ഞങ്ങളുടെ സഭയിൽ ഏകദേശം 200ഓളം വിശ്വാസികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തു നിന്നുവരെയും സൺഡേയിൽ അഥവാ ഞായറാഴ്ച സഭായത്തിന് വേണ്ടി അവിടെ കടന്നു വന്നുകൊണ്ടിരുന്നു. നല്ലൊരു സഭയുടെ വളർച്ച കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ സ്ഥലത്തു നിന്നും പട്ടാങ്കോട്ട് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എനിക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദേശത്ത് എന്നെ ഏൽപ്പിച്ച സമയം വരെയും കർത്താവിനെ അവിടെ ആക്കിയ സമയം വരെയും എനിക്ക് സന്തോഷത്തോടുകൂടി പറയുവാൻ സാധിക്കും, വിശ്രമം എന്നെ കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് നീങ്ങുവാൻ സാധിച്ചു. ഇതിനിടയിൽ പലവിധമായിരിക്കുന്ന പ്രയാസങ്ങളുണ്ടായി, രോഗങ്ങളുണ്ടായി, കഷ്ടതകളുണ്ടായി, കുഞ്ഞുങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടായി. ഇതൊന്നും ഈ സമയത്ത് എല്ലാം പറയുവാൻ സാധ്യമല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ദൈവം ഞങ്ങളെ അവിടെ അത്ഭുതകരമായി വഴി നടത്തി. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ സമയങ്ങളിലും ദൈവം ഞങ്ങൾക്ക് നടത്തിച്ചു നൽകി. 97 ഞാൻ ഈ പ്രദേശത്ത് പട്ടാങ്കോട്ടേക്ക് കടന്നു വന്നു. ഏകദേശം 8 വർഷത്തോളം സഭാ ശുശ്രൂഷ ഇല്ലാതെ പഞ്ചാബിന്റെ ചുമതലയിൽ ഞാൻ ഇവിടെ ആകുവാനിടയായി തീർന്നു. 18 വർഷത്തോളം IIT-യുടെ കോർഡിനേറ്റർ എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിലായിരുന്നു. പല ഗ്രാമങ്ങളിലും പല സ്ഥലങ്ങളിലും കടന്നുപോയി ദേവാസന്മാരെ ഉറപ്പിക്കുകയും ഈ മിഷന്റെ വേല മുൻപോട്ട് ഈ പ്രദേശത്ത് ചുമതല വഹിച്ചുകൊണ്ട് കൊണ്ടുപോകാനും ദൈവം എന്നെ സഹായിച്ചു. ആ സമയങ്ങളൊക്കെയും എനിക്ക് ഇവിടെ 97 മുതൽ 2005 വരെ വളരെയധികം പരിശോധനയുടെയും കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും സമയമായിരുന്നു. ആരും ആശ്രയമില്ലാതെ പല ദുഃഖങ്ങളിലും കഷ്ടതകളിലും കൂടെ കടന്നു പോകാനുണ്ടായിട്ട് വന്ന സാഹചര്യങ്ങളായിരുന്നു. എങ്കിലും ഒരു കാര്യം മാത്രം എനിക്ക് പറയുവാനുണ്ട്. ഞാൻ കർത്താവിനോട് എല്ലാ കാര്യങ്ങളും പറയുവാനും അവന്റെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അല്ലാതെ എനിക്ക് മറ്റൊന്നും സാധ്യമല്ലായിരുന്നു. 2005 ദൈവശബ്ദം വീണ്ടും ഞാൻ കേട്ടു. പട്ടാങ്കോട്ടുള്ള സഭ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ള ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പഞ്ചാബ് സ്റ്റേറ്റിന്റെ ചുമതലയോടൊപ്പം ഇവിടുത്തെ ലോക്കൽ സഭയുടെ ഒരു പാസ്റ്ററായിട്ടും വേല ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. ശുശ്രൂഷ വഹിക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് അധികം വിശ്വാസികളില്ലായിരുന്ന ഈ സഭയിൽ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി മുഖാന്തരമായി ഇന്ന് നല്ലൊരു വിശ്വാസികളുടെ സമൂഹം ഈ ദേശത്തു നിന്നും ഈ സഭയിലേക്ക് കടന്നു വരുവാനും നല്ല അനുഗ്രഹമുള്ളൊരു വേല സ്ഥാപിച്ചെടുക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ട് ഇടയാക്കി തീർത്തു എന്ന് പറയുവാൻ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ സമയത്ത് എനിക്ക് 3 മക്കളാണ്. 3 പേരും ഒരാള് ഭാഗ്യമായി സുശേഷ വേലയിലായിരിക്കുന്നു. മറ്റുള്ള 2 പേരും ഒരു പെൺകുട്ടി, മൂത്ത പെൺകുട്ടിയും ഭർത്താവും ഡൽഹിയുടെ UP-യുടെ പ്രദേശത്ത് ഗാസിയാബാദ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ, അതായത് ഡൽഹിയുടെ ബോർഡറിൽ അവർ സുശേഷ വേലയിലായിരിക്കുന്നു. 2ാമത്തെ മോനും വിവാഹത്തിന് ശേഷം അവരും സുശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. 2ാമത്തെ മോള് അവർ ക്യാമ്പസ് ക്രൂസൈഡിൽ വർക്ക് ചെയ്തിരുന്നു. എങ്കിലും ഈ സമയത്ത് അവരുടെ ഭർത്താവ് ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ സുശേഷ വേലയിലായിരിക്കുന്നു. അങ്ങനെ എനിക്ക് പറയുവാൻ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ 3 മക്കളും കർത്താവിൻ്റെ വേലയിൽ അവരായിരിക്കുന്നു. എൻ്റെ പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് വളരെയധികം പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടായി. കാരണം ചോദിച്ചാൽ
ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ചെറുതും വലുതുമായിരിക്കുന്ന കാര്യങ്ങൾ സുവിശേഷങ്ങൾക്ക് വേണ്ടി ചെലവിടുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് സമ്പാദിക്കുവാനുള്ള സന്ദർഭം ലഭിച്ചില്ല, അതിന് തയ്യാറായില്ല. എന്നാൽ മൂത്തമ്മയുടെ വിവാഹ സമയത്ത് പല ക്വസ്റ്റ്യങ്ങളും ഉണ്ടായി. എങ്ങനെയാണ് വിവാഹം നടക്കുന്നതെന്ന് ചോദിച്ച് പലരും എൻ്റെ ഭാര്യയോട് സംസാരിക്കുകയും ആ ഭാര്യ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ ദൈവത്തോട് അവളോട് പറഞ്ഞു, എല്ലാ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കും എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സാക്ഷ്യത്തിൽ നേരത്തെ പറയുവാൻ ഞാൻ വിട്ടുപോയൊരു കാര്യം പറയട്ടെ. എനിക്ക് പിതാവില്ല. എൻ്റെ മാതാവിനെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്. അങ്ങനെ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വളരുവാൻ സാധിച്ചു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ആരോടും പറയുവാൻ എനിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനവിടെ നിന്ന് ജീവിതത്തിൽ എൻ്റെ ചില വർഷങ്ങൾ കുമളി എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ താമസിച്ചു. എൻ്റെ ഫാദറിനോടുകൂടെ മാതാവിനോടുകൂടെ താമസിച്ചു, സൗരങ്ങളോട് താമസിച്ചു. എന്നാൽ ദൈവശബ്ദം കേട്ട് വടക്കേണ്ടിയിൽ പോകുന്നതിന് ശേഷം ഞാൻ സുവിശേഷ വേലയെക്കുറിച്ചുള്ള മാത്രം എരിവോടുകൂടെ മാത്രം ഞാൻ പ്രവർത്തിക്കുകയും ഞാൻ പല സാഹചര്യം കൂടി കടന്നു പോകേണ്ടി വന്നിട്ടും പ്രയാസങ്ങൾ കടന്നുകൊണ്ട് വന്നിട്ടും ഞാൻ ആരോടും എൻ്റെ കാര്യങ്ങൾ പറയാതെ വണ്ണമാണ് ഞാൻ മുൻപോട്ട് നീങ്ങിയത്. എന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരുന്നു. എന്നാൽ എൻ്റെ മൂത്ത മോടെ വിവാഹം വളരെ അനുഗ്രഹമായി നടന്നു. രണ്ടാമത്തെ മോടെ വിവാഹം വളരെ അതിലും അനുഗ്രഹമായി നടന്നു. മോന്റെ വിവാഹവും വളരെ അനുഗ്രഹമായി നടന്നു. ദൈവം എന്നെ തക്ക സമയത്ത് എന്നെ സഹായിച്ചു. എല്ലാം അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആരുടെ മുൻപിൽ പോയി കൈ നീട്ടുവാനോ ആരോടും ആവശ്യങ്ങൾ പറയുവാനോ ദൈവം എന്നെ ഇടയാക്കിയില്ല. എല്ലാം ദൈവം തക്ക സമയത്ത് തന്നെ നടത്തി. ഞങ്ങളെ ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. അവൻ എബെനെസറായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് വളരെയധികം കർത്താവിനോട് നന്ദിയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സുവിശേഷ വേലയിൽ ഇറങ്ങി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവദാസനെയോ ദാസിയെയോ ദൈവം അവന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് ഒരിക്കലും കൈവിടുകയില്ല. അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവനോട് കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് മാത്രമാണ് വടക്കേണ്ട വിട്ട് വേറെങ്ങോട്ടും പോകുവാൻ എനിക്ക് ആഗ്രഹമില്ലാതായി വന്നത്. കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കാൻ തക്കവണ്ണം അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ പഞ്ചാബിന്റെ പ്രദേശങ്ങളിലൊക്കെയും കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. പട്ടാങ്കോട്ടിന്റെ പ്രദേശത്ത് ഈ സമയത്തും ഓടി നടന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം അടിയനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും കടന്നുപോയി ദൈവവേലക്കാരെ വചനത്തിൽ ഉറപ്പിക്കുകയും അവർക്ക് വേണ്ടി കർത്താവിന്റെ വചനം പല രീതിയിലും സംസാരിച്ച് ദൈവവേലയിൽ അവരെ ഉത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ കാര്യങ്ങൾ എല്ലാം ദൈവം ഈ ദിവസങ്ങളിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ എനിക്കൊരു കാര്യം മാത്രമാണ് ദൈവത്തോട് പറയുവാനുള്ളതും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, മരണം വരെയും നിന്റെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. അനേകർ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ഈ ദിവസങ്ങളിൽ വിടുതൽ പ്രാപിക്കാനും രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ കൊടുക്കുന്നു. ക്യാൻസർ രോഗികളെ ദൈവം സൗഖ്യമാക്കി. പല ഭ്രാന്ത് പിടിച്ചു പോലുള്ള ആൾക്കാരെ ദൈവം സൗഖ്യമാക്കി. പല രീതിയിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ആദിമ നൂറ്റാണ്ടിൽ ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടങ്ങി വെച്ച
അതേ പ്രവൃത്തി ഇന്നും ദൈവസഭയ്ക്കുള്ളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സന്തോഷമായി പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. 2012 ഏപ്രിൽ മാസം 6-ാം തീയതി 37 വർഷം എന്നോടുകൂടെ ജീവിച്ച്, എന്നോടുകൂടെ കഷ്ടത അനുഭവിച്ച്, എന്നോടുകൂടെ കർത്താവിന്റെ വേലയിൽ അഹോരാത്രം പോരാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളെ വിട്ട് ഈ ലോകത്തിൽ നിന്നും പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. അതെന്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസമുണ്ടാക്കിയ സമയമായിരുന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ ആ സമയത്ത് തുണച്ചു. കർത്താവ് ഞങ്ങൾക്ക് ആശ്വാസകനായിരുന്നു. പല രീതിയിൽ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു അസ്വസ്ഥത മുഖാന്തരമായി പ്രിയപ്പെട്ടവളുടെ ഓപ്പറേഷനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ്റെ കൊണ്ടിടയായിത്തീർന്നു. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വരെയും സമയം ഏകദേശം 1.5 മണിക്കൂർ കർത്താവിന്റെ സാക്ഷ്യം പറഞ്ഞ്, അടുത്തുള്ള രോഗികളോട് സാക്ഷ്യം പറഞ്ഞ് ധൈര്യത്തോടും ബലത്തോടും കൂടെ ഇരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ടവളെ കർത്താവ് തന്റെ സന്നിധിയിലേക്ക് വിളിച്ചത് എന്ന് സന്തോഷത്തോടുകൂടെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. വളരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ പ്രയാസത്തിന്റെയും പല സ്ഥലങ്ങളിലും ദുഃഖത്തിന്റെയും സമയത്തിൽ കടന്നു പോകുമെങ്കിൽ തന്നെയും എനിക്കൊരു കാര്യം മാത്രം അറിയാം. ഈ ലോകത്തുള്ള സകലരും നമ്മെ വിട്ടുപിരിഞ്ഞാലും നമ്മെ വിട്ടുപിരിയാത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ഉള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ മുൻപോട്ട് നീങ്ങുവാൻ്റെ വേണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ സാക്ഷ്യം. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ പറയുവാൻ പറഞ്ഞില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു പുസ്തകം എഴുതി എല്ലാവർക്കും എൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സാക്ഷ്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത്. ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഈ ക്യാമറ കിട്ടുകയും അതിനായി ഒരാൾ ഞങ്ങളെ സഹായിക്കുകയും അതിലൂടെയാണ് ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം. തുടർന്നും ദൈവത്തിന്റെ വചനം പ്രസംഗങ്ങൾ, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യം ഞാൻ ഇനിയും ആരംഭിക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആരെ നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവവചനം മറ്റുള്ളവരെ അറിയിക്കുക, ബലപ്പെടുത്തുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ വചനത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായിട്ട് ഞാൻ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. വരും ദിവസങ്ങളിൽ ദൈവം കാലേബിനെ പോലെ എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇറങ്ങിപ്പുറപ്പെട്ട ആ ദിവസം, മോശയോടുകൂടെ കാലേബ് ഇറങ്ങിപ്പുറപ്പെട്ട ആ ദിവസം തന്നെ ഉണ്ടായിരുന്ന ആ ശക്തിയും ബലവും അവസാനം വരെയും അവന്റെ 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും അവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെത്താൻ സാക്ഷ്യപ്പെടുത്തുന്ന ചരിത്ര സംഭവം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അവസാനം വരെ ശക്തിയോടും ബലത്തോടും പരിശുദ്ധാത്മാവിന്റെ കൃപയോടും കൂടെ നിന്ന് സുവിശേഷം അറിയിക്കുക, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ദൈവദാസന്മാരെ ബലപ്പെടുത്തുക, അവരുടെ സുവിശേഷ വേലയിൽ അവരെ ധൈര്യപ്പെടുത്തുക എന്നുള്ള ഒരു ശുശ്രൂഷയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യുവാൻ തക്കവണ്ണം എന്നെ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, ദൈവം ഇന്നലെയും ഇന്നും അനന്യം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ എന്നെ നടത്തിയ ദൈവം വരും ദിവസങ്ങളിൽ നടത്തുവാൻ അവൻ വിശ്വസ്തനെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഉണ്ടായിരിക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ സുവിശേഷ വേലയിൽ അവരവരുടെ സ്ഥാനങ്ങളിലായിരിക്കുന്നു. അതിലൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ശുശ്രൂഷ പല സ്ഥലങ്ങളിലും കടന്നുപോയി കർത്താവിന്റെ വചനം ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളും ദൈവദാസന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആരോഗ്യം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ബലവും ശക്തിയും എനിക്ക് ആവശ്യമാണ്. അതിനായി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്.
പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ സുവിശേഷം ഒന്നുകൂടെ ബലത്തോടും ശക്തിയോടും കൂടെ പ്രസായിക്കുവാൻ, പല സ്ഥലങ്ങളിലും കടന്നു പോകുവാൻ, എൻ്റെ പ്രവർത്തനങ്ങളെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയനെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സുവിശേഷ വേലക്കാരുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നാം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും സമയത്ത് ഈ ദൈവവചനം നമ്മെ എടുക്കും, നമ്മളെ താങ്ങും, നമ്മളെ വഴി നടത്തും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഒന്ന് മാത്രമാണ് ഇതുവരെയും എന്നെ നിലനിർത്തിയത്. ഈ വചനം ഒന്ന് മാത്രമാണ് എനിക്ക് ബലം നൽകിയത്. ഈ വചനം ഒന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ കഷ്ടതയുടെ സമയത്ത്, ദുഃഖത്തിൻ്റെ സമയത്ത്, പ്രയാസത്തിൻ്റെ സമയത്ത് എന്നെ താങ്ങി നടത്തിയത് എന്ന് മാത്രം എനിക്ക് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മോടുകൂടെ ഉണ്ട്. അവൻ നമ്മളെ ഇതുവരെയും വഴി നിർത്തുന്നവനാണ്. ആകയാൽ സന്തോഷത്തോടും ബലത്തോടും കൂടെ മുൻപോട്ട് നിങ്ങൾ കടന്നുപോയി സുവിശേഷം അറിയിക്കുക. നമ്മൾ ഈ ലോകത്തിൽ ഒരു ദൈവദാസനായി നമ്മെ ദൈവം കർത്താവ് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം സുവിശേഷം മാത്രമേ ആയിരിക്കട്ടെ എന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് ആയെങ്കിൽ മാത്രമേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് നല്ലൊരു സമയം നമുക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വരും ദിവസങ്ങളിൽ നമ്മുടെ സമയം നല്ലതായിരിക്കും. നമുക്ക് കർത്താവിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുവാൻ വേണം. നമുക്ക് ബലവും ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന വിശ്വാസി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ കഷ്ടതകളോ വരുന്ന സമയത്ത് യേശുവിന്റെ വചനം നിങ്ങളെ ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം നമ്മെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഭാഷ അറിയാതെ അറിയാത്ത ഒരു ദേശത്ത് കടന്നു വന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയെങ്കിലും ഇനിയും നിങ്ങളെയും വഴി നടത്തുവാൻ കൂടെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്തയിൽ നിങ്ങൾ ആണ്ടുപോകാതെ വണ്ണം, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്തയിൽ അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയിൽ നിങ്ങൾ വിഷാദിക്കാതെ വണ്ണം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തുവാൻ അബ്രഹാമിന്റെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതിനായി നിങ്ങളെ വഴി നടത്തട്ടെ. ഒന്നും കാണാതെയും ദൈവം കാണിക്കാത്ത ദേശത്തേക്ക് വിശ്വാസത്തോടെ യാത്ര ചെയ്ത അബ്രഹാമിനെ പോലെ യാത്ര ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ട് കൊള്ളുക. അവൻ നിങ്ങളെ വഴി നടത്തുന്ന ദൈവമാണ്. അവനായി നമുക്ക് കാത്തിരിക്കാം. അവന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുന്ന ദൈവമൊക്കെക്കായി ഒരു നീതിയുടെ കിരീടം നമുക്കായി ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവന് വേണ്ടി അവന് പ്രിയം വെച്ച ഏവർക്കും ആ കിരീടം കിട്ടുവാൻ തക്കോണം അവന് അത് കൊടുക്കുവാൻ തക്കോണം അവൻ വിശ്വസ്തനാണ്. അത് പ്രാപിക്കുവാൻ തക്കോണം നമ്മൾ യോഗ്യരായി തീരുവാൻ നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരുക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.